പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപക നേതാവുമായിട്ടുള്ള ശ്രീമാൻ അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിൽ ഏതോ ഒരു ജയിലിൽ 8 ദിവസത്തേക്ക് EDയുടെ കസ്റ്റഡിയിലാണ്. നമുക്കറിയാം, അരവിന്ദ് കെജ്രിവാളിനെ ഏതാണ്ട് 1 വർഷങ്ങൾക്ക് മുമ്പ് CBI 8-9 മണിക്കൂർ ചോദ്യം ചെയ്തതാണ്. ഒരു തെളിവും അരവിന്ദ് കെജ്രിവാളിനെതിരെ കിട്ടിയില്ല. അതിനെ തുടർന്ന് ED നിരന്തരമായി കെജ്രിവാളിന് പുറകിലായിരുന്നു. 8-9 തവണ ED സമൻസ് കൊടുത്തു. അവസാനം തന്നെ അരവിന്ദ് കെജ്രിവാളിനെ കോടതി അറസ്റ്റ് ചെയ്യാനുള്ള അനുവാദം നൽകുകയായിരുന്നു. അറസ്റ്റ് ചെയ്യണമെന്ന് ED ആവശ്യപ്പെട്ടപ്പോൾ അതിനെതിരായി അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ ചെന്നെങ്കിലും അറസ്റ്റിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നുള്ള അരവിന്ദ് കെജ്രിവാളിൻ്റെ ആവശ്യം കോടതി നിരസിക്കുകയായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കഴിഞ്ഞ 1 വർഷക്കാലമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിനെ നിരന്തരം പിന്തുടരുകയായിരുന്നു. നമുക്കറിയാം, ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയുടെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ ഈ ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ഏതാനും മാസം കഴിഞ്ഞപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ MP ആയിട്ടുള്ള സഞ്ജയ് സിംഗിനെ അറസ്റ്റ് ചെയ്തു. ഇപ്പം ഡൽഹി മദ്യനയ കേസുമായി 3ാമത്തെ അറസ്റ്റാണ് ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് പരിശോധിച്ചാൽ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? ഒരു തരത്തിലുള്ള മണി ട്രയലും അവിടുത്തെ മന്ത്രിയായിട്ടുള്ള ഈ അതീഷി മർലേന അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ 2 വർഷക്കാലമായി മദ്യനയ കേസുമായി ED അന്വേഷണം നടക്കുന്നെങ്കിലും ഒരു നയാ പൈസ പോലും ഇതുപോലെ കൈമാറിയതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിയമഭാഷയിൽ പറഞ്ഞാൽ പണം കൈമാറിയതിൻ്റെ അല്ലെങ്കിൽ മണി ട്രയലിൻ്റെ ഒരു തെളിവിൻ്റെ ഒരു കണിക പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്കറിയാം. എന്ന് മാത്രമല്ല, മനീഷ് സിസോദിയ എന്ന് പറയുന്ന ഡൽഹി ഉപമുഖ്യമന്ത്രി 1.5 വർഷക്കാലമായി ജയിലിൽ കിടക്കുന്നത് വെറും 2 മാപ്പുസാക്ഷികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ്. 2 അപ്രൂവേഴ്സിൻ്റെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ആം ആദ്മി പാർട്ടിയുടെ ഉപമുഖ്യമന്ത്രി 1.5 വർഷമായി ജയിലിൽ കിടക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെതിരെ കഴിഞ്ഞ 1.5 വർഷക്കാലമായി 1 വർഷത്തിലധികമായി ED അന്വേഷണം നടത്തിയിട്ടും നയ പൈസ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയതായി കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എന്തോ ഒരു നയം മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അഴിമതി നടന്നതായിട്ടുള്ള വാദഗതികളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഇപ്പം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതും അന്വേഷണവുമായി സഹകരിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അല്ലാതെ അരവിന്ദ് കെജ്രിവാളിനെതിരെ എന്തെങ്കിലും ഉള്ളത് കൊണ്ടല്ല. അരവിന്ദ് കെജ്രിവാളിനെതിരെ അക്യൂസ്ഡിൻ്റെ കുറ്റാരോപിതരുടെ മൊഴികളില്ല, സാക്ഷിമൊഴികൾ ഇതൊന്നുമില്ല. 2 കൂറുമാറ്റക്കാരുടെ 2 അപ്രൂവേഴ്സിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യം. ഒരു മുഖ്യമന്ത്രിയാണ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുന്നത്. ജാർഖണ്ഡിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറൻ അദ്ദേഹവും ഇപ്പോൾ ജയിലിലാണ്. അദ്ദേഹത്തിനെതിരെ ഏതാണ്ട് 2007 എങ്ങാണ്ട് എടുത്തൊരു കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് 2024 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. സുഹൃത്തുക്കളെ, എന്നാൽ കേരളത്തിലൊരു മുഖ്യമന്ത്രിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പിണറായി വിജയൻ എന്നാണ്. ആ പിണറായി വിജയൻ ഉൾപ്പെട്ടിട്ടുള്ള ലാവ്ലിൻ കേസ് എന്ന് പറഞ്ഞൊരു കേസുണ്ട്. നമുക്ക് അവിടെ മുതൽ തുടങ്ങാം. ആ ലാവ്ലിൻ കേസിൽ 2017 ഒക്ടോബർ 10 CBI അദ്ദേഹത്തിനെ അതിനു മുമ്പ് കുറ്റമുക്തനാക്കിയിട്ടുള്ള ആ വിധിന്യായത്തിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചെന്ന് നമുക്കറിയാം. സുഹൃത്തുക്കളെ, 6.5 വർഷക്കാലമായി പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയതിനെതിരെ CBI കൊടുത്ത അപ്പീല് ഇന്മേലുള്ള വാദം സുപ്രീം കോടതിയിൽ ഉണ്ടായിട്ടില്ല. സുഹൃത്തുക്കളെ, ഒരു വശത്തെ അരവിന്ദ് കെജ്രിവാളിനെ അതായത് മൊഴി മാറ്റിയിട്ടുള്ള മാപ്പുസാക്ഷികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുമ്പോൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞ കേരള മുഖ്യമന്ത്രിയെ കുറ്റവിമുക്തനാക്കിയിട്ടുള്ള ഹൈക്കോടതിയുടെ വിധിക്കെതിരെ മോഡിയുടെ കീഴിലുള്ള CBI സുപ്രീം കോടതിയിൽ പോയി 6.5 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ കേസ് കേൾക്കണമെന്ന് പറയാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും CBI സുപ്രീം കോടതിയിൽ കാണിച്ചിട്ടില്ല എന്ന് നമ്മൾ ആലോചിക്കണം. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം, സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2020 മുതൽ അന്വേഷണം നടക്കുകയാണ്. ഇന്നിപ്പോൾ 2026 എത്രയോ മൊഴികൾ പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കേസിലുണ്ട്. സ്വപ്ന സുരേഷിൻ്റെ മൊഴിയുണ്ട്, സരിത്തിൻ്റെ മൊഴിയുണ്ട്, എന്തിനു പറയുന്നു, ഭാഗികമായി ശിവശങ്കറിൻ്റെ പോലും മൊഴികളുണ്ട്. സുഹൃത്തുക്കളെ, അതായത് ഇവിടുന്ന് പണം വിദേശത്തേക്ക് കൊണ്ടുപോയി എന്നും അത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് കൊണ്ടുപോയെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുണ്ട്.
അതുപോലെ തന്നെ ശിവശങ്കറും ഏതാണ്ട് ഭാഗികമായി ഇത് സമ്മതിച്ചിട്ടുണ്ട്. എന്താണ് ഡോളർ പിന്നെ ഒരു ബാഗ് കൊണ്ടുപോയിരുന്നു എന്ന് ശിവശങ്കർ പറഞ്ഞു. അതിനകത്ത് പണത്തിന് പകരം മൊമെൻറ്റോ ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ഒരു ബാഗ് പിന്നെ വിദേശത്തേക്ക് കൊണ്ടുപോയി എന്നുള്ളത് വ്യക്തമല്ലേ സുഹൃത്തുക്കളെ? അതിൽ ഡോളറുകളായിരുന്നുവെന്ന് പിന്നെ കുറ്റാരോപിതയായിട്ടുള്ള സ്വപ്ന സുരേഷിൻ്റെ മൊഴിയുണ്ട്, സരിത്തിൻ്റെ മൊഴിയുണ്ട്. എന്തിനു പറയുന്നു, പിന്നെ ലൈഫ് മിഷൻ കോഴക്കേസിൽ പോലും ഭാഗികമായി പിണറായി വിജയനെതിരെ മൊഴിയുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അവസാനമായുള്ളൊരു മൊഴി എന്താണ്? 5 അടി വീതിയും 10 അടി നീളവുമുള്ള ഒരു 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 ബിലിയാർഡ്സ് ടേബിൾ എറണാകുളത്ത് പിന്നെ പോർട്ടിൽ വന്നു. അത് കസ്റ്റംസ് തടഞ്ഞു വെച്ച സമയത്ത് സരിത്ത് അവിടെ ചെന്നു, വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സരിത്ത് സ്വപ്ന സുരേഷിനോട് പറയുന്നു, സ്വപ്ന സുരേഷ് ശിവശങ്കരനോട് പറയുന്നു, ശിവശങ്കരൻ അത് വിടുതൽ ചെയ്തു കൊടുക്കും. അപ്പോൾ ആ നിലയിൽ പിണറായി വിജയനെ പരോക്ഷമായും നേരിട്ടും ബന്ധപ്പെടുത്താൻ കഴിയുന്ന എത്രയോ മൊഴികൾ അത് കസ്റ്റംസ് ആക്ടിൻ്റെ 108 പ്രകാരം എവിഡൻഷ്യറി വാല്യൂ ഉള്ള മൊഴികളാണ് എന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടുള്ളത്? അപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മൊഴികൾ, ഡോളർ കള്ളക്കടത്ത് കേസിൽ മൊഴികൾ, അതുപോലെ തന്നെ അതിനുശേഷം മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് മൊഴി വന്നില്ലേ സുഹൃത്ത്? മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് മൊഴിയാണോ വന്നത്? ഫൈൻഡിംഗ് അല്ലേ വന്നത്? ഇൻകം ടാക്സ് ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഫൈൻഡിങ്സിൽ പറയുന്നില്ലേ പിണറായി വിജയൻ പണം മേടിച്ചു എന്ന്? PV പണം മേടിച്ചു എന്ന് പറയുന്നില്ല. അത് എവിടെ വെച്ച് മേടിച്ചു, എങ്ങനെ മേടിച്ചു, എത്ര രൂപ മേടിച്ചു, രൂപയായിട്ടാണ് മേടിച്ചത്, ഇതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളുണ്ട് എന്ന് ഇൻകം ടാക്സ് ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിന്യായത്തിലില്ലേ സുഹൃത്തുക്കളെ? അയാളുടെ മകൾക്കെതിരെ ഫൈൻഡിങ്സ് ഇല്ലേ? അപ്പോൾ ഇതെല്ലാം ഉണ്ടായിട്ടും പിണറായി വിജയനെ ഒന്ന് ചോദ്യം ചെയ്യാനുള്ള മര്യാദ പോലും ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിനോ കസ്റ്റംസിനോ ഇൻകം ടാക്സിനോ CBIക്കോ ഒന്നുമില്ല. അതായത് ഇന്ത്യയിലെ പ്രതിപക്ഷത്തുള്ള എല്ലാ മുഖ്യമന്ത്രിമാരും വളരെ ആശങ്കയോടുകൂടിയാണ് കഴിയുന്നതെങ്കിൽ ഇത്രയേറെ തെളിവുകൾ തനിക്കെതിരെ ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഇത്രയേറെ മൊഴികൾ തനിക്കെതിരെ ഉണ്ടായിട്ടും സ്വസ്ഥമായി കിടന്നുറങ്ങുന്ന ഒരേ ഒരു മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ സുഹൃത്തുക്കളെ? അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് നരേന്ദ്രമോദിയും പിന്നെ അമിത്ഷായും അല്ലേ സുഹൃത്തുക്കളെ? ഏതാണ്ട് 125ഓളം റെയ്ഡ് നടത്തിയതിൽ 115ലധികം പ്രതിപക്ഷ നേതാക്കൾക്കെതിരായിട്ടാണ് ED നടത്തിയിട്ടുള്ളത്. പക്ഷേ അവിടെയും പിണറായി വിജയന് സുഖനിദ്രയിൽ കിടക്കാനുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. ഇന്ത്യയിലെ 2ാമത്തെ പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിൻ്റെ 120 കോടി രൂപയുടെ ഫണ്ട് ഫ്രീസ് ചെയ്യുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇലക്ഷൻ പിന്നെ എൻ്റെ സമയത്ത് അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ പ്രതിപക്ഷ പാർട്ടികളെ മുഴുവൻ കഴുത്തു ഞെരിക്കുമ്പോൾ, നരേന്ദ്രമോദി പ്രതിപക്ഷ പാർട്ടികളുടെ കഴുത്ത് ഞെരിക്കുമ്പോൾ, അവരുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ കൊങ്ങയ്ക്ക് പിടിക്കുമ്പോൾ, പിണറായി വിജയൻ എന്ന് പറഞ്ഞ കേരള മുഖ്യമന്ത്രിക്ക് ഒരു പ്രശ്നവുമില്ല. മോഡിയുടെ ഗ്യാരണ്ടിയാണ് പിണറായി വിജയനെ കേരളത്തിൽ ഒരു പ്രശ്നവുമില്ലാതെ ഭരിപ്പിച്ചുകൊള്ളാം എന്നുള്ളത്. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ചർച്ച ചെയ്യുന്ന സമയത്ത് തുല്യ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് പിണറായി വിജയൻ്റെയും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കണ്ണിലുണ്ണിയാണ് പിണറായി വിജയൻ എന്നുള്ളതാണ്. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ബ്ലൂ ഐഡ് ബോയ് ആണ് പിണറായി വിജയൻ എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്യണം. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനേക്കാൾ കൂടുതൽ മൊഴികളുള്ള, അരവിന്ദ് കെജ്രിവാളിനേക്കാൾ കൂടുതൽ കണ്ടെത്തലുകളുള്ള പിണറായി വിജയന് സർവതന്ത്ര സ്വതന്ത്രനായി നടക്കാൻ കഴിയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയൻ്റെയും അമിത്ഷായുടെയും ഈ പറഞ്ഞതുപോലെ വിശ്വസ്ത വിനീത വിധേയനും അവരുടെ നേരത്തെ പറഞ്ഞതുപോലെ ബ്ലൂ ഐഡ് ബോയുമാണ് പിണറായി വിജയൻ എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ള കാര്യവും കൂടി നമ്മൾ വിശദമായി കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.